നാം ഇന്ന് വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായിട്ട് ഇന്നേക്ക് 78 വർഷം പിന്നിടുന്ന ആ സന്തോഷവേളയിലാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്ര കൗതുകകരവും അതിലേറെ സുപ്രധാനവുമായ ഒരധ്യായമാണത്. അതിൽ മുസ്ലിമീങ്ങളായ വിവിധ വ്യക്തികളുടെയും വിവിധ സമൂഹങ്ങളുടെയും സംഭാവനകൾ നിർണായകമായിരുന്നു. അതിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ മുസ്ലിമീങ്ങൾ വഹിച്ച പങ്ക് വിസ്മരിക്കപ്പെടാനാകാത്തതായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും സംഭാവനകൾ അർപ്പിച്ചവരിൽ പ്രധാനിയാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി അവർകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം അഥവാ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ വിസ്മരിക്കപ്പെടാനാകാത്ത ഒരു മഹാവ്യക്തിത്വമാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി അവർകൾ. ഗാന്ധിജി നികുതി നിഷേധ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അത് തുടങ്ങിവെച്ച ധീരനായ പോരാളി. അദ്ദേഹം ഒരു വാക്ക് പറയുകയുണ്ടായി. ആ വാക്ക് എന്തെന്നറിയാമോ ജനങ്ങളെ നിങ്ങൾക്ക്? എന്റെ റബ്ബിന്റെ ഭൂമിക്ക് ഞാൻ നികുതി കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച വിപ്ലവകാരിയായ പോരാളിയാണ് അദ്ദേഹം ബ്രിട്ടീഷിന്റെ നികുതി പിരിവിനെ ശക്തമായി എതിർക്കുകയും തന്റെ ഭൂമിക്ക് നികുതി നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം മഹാനായ ഉമർ ഖാദി അവരുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സ്വന്തം യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി, ഇതെനിക്ക് എന്റെ അള്ളാഹു തന്ന അനുഗ്രഹമാണെന്നും അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നുവെന്നും മഹാനവറുകൾ പറയുകയുണ്ടായി. ബഹുമാനികളെ, ഇത് മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി അനേകം വഴികൾ സ്വീകരിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ വിളിച്ചുകൂട്ടി ബോധവൽക്കരിക്കുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ശക്തമായ നികുതി പിരിവിനെ എതിർക്കാനും അവർക്കെതിരെ പോരാടാനുമുള്ള പ്രചോദനവും ധൈര്യവും ഉമർ ഖാദി ജനങ്ങൾക്ക് പകർന്നു നൽകുകയുണ്ടായി. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഐക്യമുണ്ടാവണമെന്ന് മഹാനവറുകൾ ആഗ്രഹിച്ചിരുന്നു. ചുരുക്കത്തിൽ ഒരേ സമയം കവിയും പണ്ഡിതനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഉമർ ഖാദി അദ്ദേഹം തന്റെ ധീരമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അത് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്ക് വലിയ പ്രചോദനമായി മാറുകയുണ്ടായി. നാം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഇന്ന് വീടുകളിൽ സുഖമായി സ്വാതന്ത്ര്യത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് കുറെ ആളുകളുടെ ഉറക്കമൊഴിച്ചും ജീവൻ പണയപ്പെടുത്തിയും രക്തങ്ങൾ ചീന്തിയതും കൊണ്ടാണ് നാം ഇന്ന് വീടുകളിൽ സുഖലോലുപതികളായി കിടന്നുറങ്ങുന്നതെന്ന് നാം ഓരോ മിനിങ്ങളും ആലോചിക്കേണ്ടത് തന്നെയാണ്. ഇതുപോലെ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി കുറെ സംഭാവനകളും സഹകരണങ്ങളും നടത്തിയ ഒരു മഹാപ്രതിഭയാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി അവർകൾ. ആ പാതയെ പിൻപറ്റി ജീവിതം മൂല്യവത്താക്കുവാൻ നാഥൻ ഉദവി നൽകുമാറാകട്ടെ.